ജാതി കൃഷിയിലൂടെ ശ്രദ്ധേയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇടുക്കി കഞ്ഞിക്കുഴിയിലുണ്ട്. 35ഓളം ഇനത്തിൽപ്പെട്ട ജാതി മരങ്ങളാണ് കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ആസാദ് തോമസിന്റെ തൊടിയിലുള്ളത്. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ആസാദിന്റെ ലോകം ഈ കാണുന്ന കൃഷിയും മണ്ണുമാണ്. ഇവിടെ യൂണിഫോമിന്റെ ഗൗരവമില്ലാതെ ഒരു സാധാരണക്കാരനായ ആസാദ് മാറുന്നു. റൗണ്ട് ലീഫ്, ഇന്തോനേഷ്യൻ, പാലത്തിങ്കൽ ഗോൾഡ്, നിലമ്പൂർ ജാതി എന്നിങ്ങനെ 35ഓളം ഇനങ്ങളിൽപ്പെടുന്ന ജാതി മരങ്ങളാണ് ആസാദിന്റെ ഈ തോട്ടത്തിൽ തഴച്ചു വളരുന്നത്. പ്രധാനമായിട്ടും ജാതി, ഏലം, കുരുമുളകാണ് കൃഷി. എന്നാലും ജാതിക്കാണ് മുഖ്യ പരിഗണന കൊടുക്കുന്നത്. ജാതി എന്ന് പറയുന്നത് എൻ്റെ പറമ്പിൽ ഏകദേശം ഒരു 109 എണ്ണം ഉണ്ട്. അത് 37 വെറൈറ്റി ഉണ്ട്. കേരളത്തിൽ എവിടെ ജാതി പുതിയതുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ തപ്പി പിടിച്ച് ചെന്ന് ആ സാധനം മേടിക്കും. അത് തന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും കറഞ്ഞു പോയാലും അത് മേടിക്കും. അപ്പോൾ എനിക്ക് ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജാതികളൊന്നാണ് എൻ്റെ ഈ പുറകെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പം പുതിയ 1-2 സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. റൗണ്ട് ലീഫ്, അതേപോലെ ലോങ് ലൈഫ്, പിന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുരുമുളകും ഏലവും പുരയിടത്തിലുണ്ടെങ്കിലും ആസാദ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജാതി കൃഷിയിലാണ്. കുറഞ്ഞ പരിചരണവും കൂടുതൽ ആദായവുമാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് ആസാദ് പറയുന്നു. കൃഷിക്കൊപ്പം തന്നെ മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാനും ആസാദ് സമയം കണ്ടെത്താറുണ്ട്. നമ്മൾ കൊടുക്കുന്നതിന്റെ ഒരു 10 തൊട്ട് 20 തൊട്ട് 50 വരെ ഇരട്ടി നമുക്ക് വരുമാനം കിട്ടുന്നൊരു വൃക്ഷമാണ് ജാതി എന്ന് പറയുന്നത്. അതേപോലെ ഏലത്തിനോ കൊടിയേരിയോ പോലെ നമുക്കതുപോലെ അമിതമായ പണിയൊന്നുമില്ല. ഇടയ്ക്ക് ഇതൊന്ന് പ്രൂണിങ് ചെയ്യണം. പ്രൂണിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് അനാവശ്യമായിട്ടുണ്ടാകുന്ന കമ്പുകൾ കോന്തിക്കളയണം. അത് കോന്തിക്കളഞ്ഞിട്ട് നമുക്ക് കാറ്റും വെളിച്ചവും ജാതിയുടെ ചൂട് തൊട്ട് മണ്ട വരെ കിട്ടണം. അതേപോലെ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മുകളിൽ എവിടെ കാഴ്ച എന്നാലും നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ ജാതി നടുമ്പോഴേ തന്നെ നമ്മൾ ജാതിക്കൊരു തടം ഏകദേശം ഇതിൻ്റെ കമ്പ് പോകുന്ന നോക്കിയിട്ട് തടം ആദ്യമേ വെട്ടണം. പിന്നീട് ഇതിൻ്റെ ചൂട് കളയ്ക്കാൻ പാടില്ല. പിന്നെ ജൈവവളമൊക്കെ ഇട്ടതിന് ശേഷം വേണേൽ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ പുറത്തുനിന്ന് മണ്ണ് കൊണ്ട് വെതറിയിടാം. അതേപോലെ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ചാരം ഇതിനിടുവാണെങ്കിൽ വെള്ളക്കാ പൊട്ടില്ല. ജൈവാവശിഷ്ടങ്ങളാണ് ആസാദ് തോട്ടത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. കൃഷി ഒരു തൊഴിലെന്നതിനുപരി ഒരു മാനസിക ഉല്ലാസം കൂടിയാണ് ആസാദിന്. വീട്ടമ്മമാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ജാതി കൃഷിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മണ്ണിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ തിരക്കുകൾ ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ജനം, ഇടുക്കി.